ഫ്രണ്ട്സ്, S&J's റെയിൻഡ്രോപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ്. നമുക്ക് ഒരു ദിവസം ഒരു 5 സ്റ്റിച്ച് വെച്ചൊന്ന് നോക്കാം. അത് ചെയ്യാൻ ഓരോ ദിവസമുള്ളത് നിങ്ങൾ അങ്ങ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ അതിന് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുള്ളത് തൽക്കാലം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുക. ഇത് ഫ്രെയിംസ് ആണ്. ഇത് 4 ഇഞ്ചിൻ്റെ ഫ്രെയിം, ഇത് 6 ഇഞ്ചിൻ്റെ ഫ്രെയിം, ഇത് 8 ഇഞ്ചിൻ്റെ, ഇത് 10 ഇഞ്ചിൻ്റെ, ഇത് 12 ഇഞ്ചിൻ്റെ. നമ്മുടെ ഏതിന് നമ്മൾ എടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഫ്രെയിമിന് വ്യത്യാസം വരാം, അളവിന് വ്യത്യാസം വരാം. അത് നമ്മൾ കുറച്ച് പഠിച്ചെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തിരഞ്ഞെടുത്താൽ മതി. ഇനി ഇത് മാർക്കറാണ്. ഈ മാർക്കർ നമുക്ക് വിപണിയിൽ പല ടൈപ്പിലാണ് കിട്ടും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ളതാണ്. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡിസൈൻ വരയ്ക്കാൻ നമ്മൾക്ക് പറ്റും. ഇത് കണ്ടോ, ഇതിങ്ങനെ മുനയകത്തേക്ക് കൊടുക്കാം. എടുക്കേണ്ടപ്പോഴത്തേക്ക് പതുക്കെ തിരിച്ചു കൊടുത്താൽ മതി. ഇത് മനസ്സിലായല്ലോ. അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് സിസേഴ്സാണ്. ഇത് നമുക്ക് കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇതുണ്ടല്ലോ. പിന്നെ ചെറിയ രീതിയിൽ ത്രെഡ് കട്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ സിസേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 2 സിസേഴ്സ്. മനസ്സിലായല്ലോ. ഓക്കെ. ഇത് നമുക്ക് സ്റ്റിച്ച് റിമൂവ് ചെയ്യാനും ഉപയോഗിക്കും. ചെറിയ രീതിയിൽ കട്ട് വർക്ക് ചെയ്യാനും നമുക്കിത് പ്രയോജനം ചെയ്യും. ഇത് നമുക്ക് ആവശ്യമാണ്. അടുത്ത ഞാൻ പരിചയപ്പെടുത്തുന്നത് തിമ്പിളാണ്. കണ്ടോ, ഇത് നമ്മുടെ വിരലിൽ ഇട്ട് കഴിഞ്ഞാൽ സൂചി കൊണ്ട് മുറിയുന്ന ഇതൊരു ഒഴിവാക്കാം. നമ്മൾ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യും, നമ്മുടെ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഉപകരണമായത്. മനസ്സിലായല്ലോ. അടുത്ത നീഡിൽസാണ്. നമുക്ക് വേണ്ടത് 12, 14, 16 ആ അളവിലുള്ള നീഡിൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതുണ്ടോ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചിരിക്കുക, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണേ. ഇത് 16 ആണ്. ഇത് നമ്മുടെ ഇതിൻ്റെ ബീഡ് വർക്കിനൊക്കെ നമുക്ക് ഇത്രയും തിന്നായിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മെറ്റീരിയലിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാം. 12ഉം 14ഉം ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതെടുത്ത് ഈ ഒരു ബോട്ടിലിനകത്താക്കി സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തപ്പിക്കൊണ്ട് നടക്കാനും വിഷമമില്ല, എടുക്കുകയും ചെയ്യാം എളുപ്പം. കണ്ടല്ലോ. ഓക്കെ. ഇനി ഞാൻ ത്രെഡാണ് പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആങ്കറാണ്. ഉണ്ടല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ഡ് ആവത്തില്ല, കളർ പോകത്തില്ല, അത് സ്പ്രെഡ് ആവത്തില്ല. നമുക്ക് നീറ്റായിരിക്കും. നമ്മളിത് വെച്ച് നീറ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഡ്രസ്സിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ആങ്കറിൻ്റെ ആണ്. അതിൻ്റെ എങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്ന് വലിച്ചിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അത് കുരുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇതിങ്ങനെ അഴിച്ചിട്ട് ഒരേ നീളത്തിൽ ഇങ്ങനെ മുറിച്ച് നമ്മുടെ തലമുടി പിന്നി വെക്കുന്നത് പോലെ ഇങ്ങനെ പിന്നി വെക്കും. കണ്ടോ, ഇതിങ്ങനെ പിന്നി വെച്ച് കഴിഞ്ഞാൽ കുറേ കളേഴ്സിൻ്റെ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കളേഴ്സാണ് നമ്മളിത് വെക്കുന്നത്. അത് എടുക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. ഒരു 2 സ്ട്രാൻഡാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മളിങ്ങനെ പിടിക്കുക. പിന്നി വെച്ച് കഴിഞ്ഞിട്ട് ആ 2 സ്ട്രാൻഡിനെ മാത്രം നമ്മളിങ്ങനെ എടുത്ത് പതുക്കെ പുറത്തോട്ട് വലിച്ചെടുത്താൽ മതി. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിലുള്ള നൂലായി. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കുരുങ്ങി പോകുന്നില്ല, വേസ്റ്റ് ആവുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പോൾ സൂചിയായി, നൂലായി, ഇത്രയായി. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് കുറച്ച് മെറ്റീരിയൽസാണ് നമ്മുടെ ഡ്രസ്സിൽ വയ്ക്കാനുള്ളത്. ഇത് റെയിൻബോയാണ്. ഇതിൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് അടിച്ച് കഴിയുമ്പം കണ്ടില്ലേ, മഴവില്ല് പോലെ തിളങ്ങും. ഇത് വൈറ്റാണ്. പിന്നെ ഇത് മിററാണ്, മിറർ വർക്കിന് വേണ്ടിയിട്ടുള്ളത്. ഇത് പേള് തന്നെ വൈറ്റുണ്ട്, നല്ല പല കളറിൽ നമുക്ക് കിട്ടും. ഇത് ഗ്ലാസ് സീഡ് പേളാണ്. ഉണ്ടോ, നമുക്കപ്പോൾ കുറച്ച് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഡിപ്പെൻസാണ്, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഈ സ്റ്റിച്ചസ് എല്ലാം കൂടെ ചെയ്ത് വെക്കാനുള്ള ഒരു മെറ്റീരിയലാണിത്. ഞാനിപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡല്ലേ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ലൈറ്റ് ഷെയ്ഡ് എടുക്കാം, വൈറ്റ് എടുക്കാം, ഏത് വേണേലും. നമ്മളിതിൽ തുടങ്ങി നമ്മളിതിലിങ്ങനെ ഇപ്പോൾ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആജീവനാന്തം ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ പഠിക്കുന്നത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ എടുത്ത് നോക്കിയാൽ മതി. അപ്പം അതിൽ ചെയ്ത് വെച്ചിരുന്നത് നോക്കി നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അപ്പം ഞാനിത് മടക്കുകയാണേ. നോക്കിയിട്ട് ആദ്യമേ തന്നെ ഒരു മെത്തേഡ് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഏറ്റക്കുറച്ചിലുണ്ട് കേട്ടോ. അൺഈവനായിട്ടാണല്ലോ ഇതിരിക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റും.
നമുക്ക് ഫ്ലെക്സിബിളാണ്. അങ്ങനെ അല്ലാത്ത മെറ്റീരിയലുകൾ സാരിയുടെ സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ആകാനായിട്ട് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് പല ഇതിലായി പോവും. അതിന് പകരമായിട്ട് ഞാനിപ്പം കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ആദ്യമേ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഒരു സൂചി എടുക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് ഇവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്, കറക്റ്റ് വരേണ്ടത്. ഇത് കളയാനുള്ള, അപ്പം നമ്മൾ ഇവിടുന്ന് ഇഴയെടുക്കുക ചെയ്യുന്നത്. നോക്കണേ, പതുക്കെ ഇതിങ്ങനെ വലിച്ചു കൊടുക്കണം, പൊട്ടിപ്പോകാത്ത രീതിയിൽ. പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. പിന്നെ ഇതിൻ്റെ ഏകദേശം ഇവിടെ ആകുമ്പോഴും നിൽക്കും, നൂലിങ്ങനെ കറക്റ്റ് തീരും. കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ നൂല് എൻ്റെ കയ്യിൽ ഇത്രയും നീളത്തിൽ നൂല് വന്നിരിക്കുന്നു. ഇത് കണ്ടോ. ഇനി ഇത് എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. ഇതാ ഒരു ഗ്യാപ്പ് കാണാമല്ലോ, ആ ലൈൻ കണ്ടോ. കണ്ടോ, നമ്മളിവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു കണ്ട ആ വന്ന ഗ്യാപ്പിൽ നിന്ന് കണ്ടല്ലോ, നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇന്ന് നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സ്റ്റിച്ച് ഞാൻ കാണിക്കാൻ പോവാം. ഇത് തുണിയുടെ മെറ്റീരിയലിൻ്റെ മറുവശമാണ്, അകവശമാണ്. ഞാൻ അകത്തോട്ടാണ് ഇത് ഫോൾഡ് ചെയ്യുന്നത്. ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് അതിനെ ഒന്നുകൂടെ അകത്തോട്ട് നമ്മുടെ നഖം വെച്ച് നമ്മളതൊന്ന് അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ സ്റ്റിച്ചാണ്, ഇതിന് ഹെമ്മിങ് സ്റ്റിച്ച് എന്ന് പറയുക. 2 സ്ട്രാൻഡ്സാണ് ഞാനിതിൽ കോർത്തിരിക്കുന്നത്, സൂചിയിൽ കോർത്തിരിക്കുന്നത്. ഇതിപ്പം എങ്ങനെ അത് തുടക്കം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടാണ്. ഇത് നോട്ടിടുന്ന രീതിയാണ്. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നോട്ടിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ചൂണ്ടുവിരലിലേക്ക് പിടിച്ചിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കണം. ഇങ്ങനെ ചുറ്റിയെടുത്ത് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു നോട്ടായി കണ്ടല്ലോ. ഇനി ഈ ബാക്കി എക്സസ് കിടക്കുന്ന നൂലിനെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് ഇനി ഈ മെറ്റീരിയലിൻ്റെ സൈഡിൽ നമ്മൾ ഹെം ചെയ്യുകയാണ്. ഈ ഹെമ്മിങ് നമ്മൾ സാരി ഫോളിനും ഡ്രസ്സിൻ്റെ സൈഡിൽ ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണിത്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അകവശമാണ്. ഇത് തുണിയുടെ മെറ്റീരിയലിൻ്റെ അകവശമാണ്. ഇതാണ് നല്ല വശം. അകവശത്താണ് ഈ തയ്യൽ വരുന്നത്. അത് ആ കെട്ട് വന്നിട്ടുനിന്ന് നമ്മളിങ്ങനെ കുത്തിയെടുക്കുക. അറ്റത്തുനിന്ന് ഇതിങ്ങനെ കുത്തിയെടുത്ത് ഒന്ന് വലിക്കുക. ഇത് വലിച്ച് ഏതകത്താണെന്ന് പറഞ്ഞാലും നമുക്കിത് കുറച്ചുകൂടെ നീക്കി അങ്ങ് എടുക്കാം. അവിടെ ഒന്നുകൂടെ ഒന്ന് കുത്തിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ കെട്ട് അവിടെ ഉറച്ചു കണ്ടോ. ഇതിപ്പം നമ്മൾ വലിച്ചാലും വരത്തില്ല. ഏകദേശം ഒരു അളവ് കണ്ടിട്ട് വേണം നമ്മൾ കുത്തിയെടുക്കാനായിട്ട്. ഇത്ര അളവെടുക്കാം. ഒരു സ്റ്റിച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റിച്ചിന് നമ്മൾ ഇവിടെ എടുത്തു. ഒരു ചെറിയതായത് ഇൻവിസിബിളായിട്ടും എടുക്കാം, വലുതായിട്ടും എടുക്കാം. നമ്മളിപ്പം രണ്ടിനും മധ്യത്തിലായിട്ട് ഒത്തിരി അകൽച്ചയില്ല, ചെറിയ കുത്തിലെടുത്തേ. ഇങ്ങനെ എടുത്തു. ഇപ്പം ഞാൻ ഓരോ പ്രാവശ്യം കുത്തിയെടുത്തതാണ് ഈ 2 എണ്ണം. ഇനി കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളതൊന്നും ചെയ്യാം. ഇപ്പോൾ ആ 2 എണ്ണം കഴിഞ്ഞല്ലോ. 1 2 3 4 ഇങ്ങനെ അങ്ങ് കുറേ എണ്ണം എടുത്തിട്ട് നമുക്ക് പതുക്കെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവിടെ സ്റ്റിച്ചാവും. ഏകദേശം ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നല്ല വശം നോക്കിയേ കണ്ടോ, ചെറിയതായിട്ട് വരും. ഇതാണ് നല്ല വശം. അപ്പോൾ ഇതിന് ചെയ്തിരിക്കുന്നത് മറുവശത്ത്. ഇതിപ്പോൾ നമുക്ക് ഫുൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. ഇനി അത് തുടക്കത്തിൽ കെട്ടിടുന്നത് കാണിച്ചു തന്നായിരുന്നല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഏത് വർക്ക് ചെയ്താലും ആ ഡിസൈന് ലാസ്റ്റ് കെട്ടിട്ട് നിർത്തുന്ന ഒരിതുണ്ട്. ഇതിപ്പോൾ ഇത്രയും എത്തി. ലാസ്റ്റ് കൊണ്ടുവരാൻ നമ്മളിത് അകവശം ആയതുകൊണ്ട് അകത്ത് തന്നെ ഇത് കെട്ടിടുക. ഇങ്ങനെ എടുത്തിട്ട് ഒരു തവണ ഇങ്ങനെ ഒന്ന് ചുറ്റും. സിൽക്കോ അതുപോലെ ഒത്തിരി കനം കുറഞ്ഞതാണെങ്കിൽ നമ്മളിത് 2 ചുറ്റു കൊടുക്കും. ഇതിപ്പോൾ കട്ടിയുള്ളതായതുകൊണ്ട് നമുക്ക് ഒറ്റ ചുറ്റു മതി. ഇത് വലിച്ചു കഴിഞ്ഞാൽ മുറുകി ഉണ്ടോ. ഇത്രയേ ഉള്ളൂ ഈ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിപ്പം ഇങ്ങനെ കഴിഞ്ഞു. ഇത് കട്ട് ചെയ്തു. ഇപ്പം നോക്കി ഇതിൻ്റെ പുറം
കണ്ടോ, ഈ ഡാർക്ക് കളർ ആയതുകൊണ്ടും നിങ്ങൾക്ക് കാണേണ്ടതുകൊണ്ടുമാണ് ഞാൻ ഈ കോൺട്രാസ്റ്റ് കളർ ഇട്ടത്. അപ്പം നമ്മൾ ഈ കളറിലെ മെറ്റീരിയലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേ കളറിലെ നൂല് തീർത്തിട്ട് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കാണത്തില്ല. അപ്പം നമുക്ക് ഒരിഴ എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ 2 സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇന്ന് ഇത്രയും പരിചയപ്പെടുത്തിയപ്പോൾ വീഡിയോ ഇത്രയും നീണ്ടു പോയതുകൊണ്ട് ഇന്ന് ഒരു സ്റ്റിച്ചേ കാണിക്കുന്നുള്ളൂ. നമുക്ക് അടുത്ത ദിവസം 5 സ്റ്റിച്ചുമായിട്ട് വരും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.